ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് മീനില്ലാതെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേന്ത്രക്കായ ഫ്രൈ ആണ് കേട്ടോ. നേന്ത്രക്കായ റവ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നോൺ വെജിറ്റേറിയൻസിന് ഇപ്പോൾ വ്രതമുള്ള സമയത്ത് നമ്മുടെ ശബരിമല വ്രതം തുടങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ നവരാത്രി വ്രതമാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മീനില്ലാതെ ഊണ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നേന്ത്രക്കായ റവ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം എന്ന് പറയാനും മാത്രമൊന്നുമില്ല. 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമ്മുടെ നേന്ത്രക്കായും അതുപോലെ തന്നെ റവയും. നേന്ത്രക്കായ ഞാൻ തൊലിയൊക്കെ പീൽ ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ റോസ്റ്റഡ് റവയല്ല എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ട് ചൂടാക്കി ഒന്ന് എടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ റോസ്റ്റഡ് റവയാണ് വേണ്ടത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ ഒന്ന് ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയും വേഗം ജോലി തീരുന്നത് നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടും വെള്ളത്തിൽ തന്നെ ഇടാം കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കറ പോവില്ല, അതുപോലെ തന്നെ കളർ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ നേന്ത്രക്കായ ഇതാ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കായിട്ടല്ല, ഒരുപാട് തിന്നായിട്ടല്ല. ഇനി നമ്മളിതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പതുക്കെ ഒരു ഫോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാലകളുണ്ടല്ലോ, ആ മസാലകളൊന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. നമ്മൾ മീനൊക്കെ വരയില്ലേ, ആ മീനൊക്കെ വരയുന്നതിന് പകരമായിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുക. 2 സൈഡിലും ഫോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കുക. അവിടെ ആയിട്ടൊന്ന് കുത്തുക കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുത്തിയെടുക്കുക കേട്ടോ. നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അധികം പുളിയുള്ള തൈര് വേണ്ട. തൈരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. പക്ഷെ പുളി കൂടുതലായി പോകും ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ. തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കായ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഈ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കഴിഞ്ഞിട്ട് മാത്രം കായ നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗാർലിക്കിൻ്റെ ഫ്ലേവർ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ജിഞ്ചർ പേസ്റ്റ് ആണ്. ജിഞ്ചർ പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലോണം വേണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് നമ്മുടെ കായ ചേർത്ത് കൊടുക്കാനായിട്ട്. കായ ചേർത്തിട്ട് മീനിൽ നമ്മൾ മസാല പുരട്ടുന്ന പോലെ തന്നെ മസാല പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയത് കൊണ്ട് തന്നെ നന്നായിട്ട് മസാല ഇതിലേക്ക് പിടിച്ചു നിന്നോളും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നൊയമ്പ് സീസണും നവരാത്രി വ്രതമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും മീനില്ലാതെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലൊക്കെ ഒരു റെസിപ്പി ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് കുട്ടികളെയൊക്കെ പിടിച്ച് നിർത്താം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മുള്ളകത്ത് പോകാതെ ശ്രദ്ധിക്കണം. വായിക്കുത്തിക്കൊള്ളാതെ. അതെ, മുള്ള ശ്രദ്ധിച്ച് മാറ്റി കഴിക്കണം. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുള്ള തൊണ്ടയിൽ കുരുങ്ങിയ ആൾക്കാരെ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് കരിമീൻ്റെ മുള്ളൊക്കെയാണ് തൊണ്ടയിൽ കുരുങ്ങിയിട്ടുള്ള ആൾക്കാരെ കാണാറുള്ളത്. 500 രൂപ കൊടുത്ത് കരിമീൻ മേടിച്ചിട്ട് അതെടുത്ത് കളയാൻ ഒരു 25,000 രൂപ ചെലവ് വരാറുണ്ട് അല്ലേ? അതെ, CT സ്കാൻ, തിയേറ്റർ ചാർജ്, അങ്ങനെ നല്ലൊരു എമൗണ്ട് ചിലവ് വരാറുണ്ട്.
അങ്ങനെയുള്ള ആളുകൾ ഹോസ്പിറ്റലിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കായയിലേക്ക് മസാലയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 2 മണിക്കൂർ സമയം വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ 2 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ നേന്ത്രക്കായ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നേന്ത്രക്കായയിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചു വരിക. ഇല്ലെങ്കിൽ ആ മസാല പിടിക്കാൻ കുറേ സമയം എടുക്കും. പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ റവ ഇട്ട് വെച്ചിട്ടുണ്ട്. റവയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേന്ത്രക്കായ ഈ റവയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ റവയ്ക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ റവയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് റവയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല ഒട്ടും തന്നെ റവയിലേക്ക് പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റവ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്യാം. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 പീസാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്നത്. ഇതിനി ഒരു സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നേന്ത്രക്കായാണ്, അടച്ചു വെച്ച് കുക്ക് ചെയ്യണം, തുറന്നു വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായ നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും ഇത് കണ്ടോ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2 സൈഡും കുക്കായി കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് പോലെ തന്നെ അടുത്ത സൈഡും കുക്കായിട്ടുണ്ട്. ഞാൻ ഒരു സൈഡ് ഒരു 3.5 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം തിരിച്ച് ഈ കളറായി കഴിഞ്ഞപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടത് കണ്ടോ. ടോട്ടൽ 7 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ കുക്കായി കിട്ടും. ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ഈ കട്ട് ചെയ്ത തിക്നെസ്സിൽ കട്ട് ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ ഈ ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. നമ്മൾ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായ റവ ഫ്രൈയുടെ പരിപാടി. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായ റവ ഫ്രൈ ഒക്കെ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ചൂട് ചോറിൻ്റെ കൂടെ ചേർത്ത് നേരിയ ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചൂട് മാറിയിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ്. ചൂട് മാറിയിട്ട് കഴിച്ചാലും കുഴപ്പമില്ല, എപ്പോഴും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, റവയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇൻസൈഡ് കുക്കാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.